Hello students, good morning. Welcome back to our English class and welcome back to our Simply Learning channel. So today നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ബേസിക് തന്നെയാണ്. സോ ഇന്ന് ബേസിക് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ്. എന്താണ് ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ? ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലേ. ലൈക്ക് എൻ്റെ പേര് ഇതാണ്, ഞാൻ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ബോയാണ്, ഞാനൊരു ഗേളാണ്, വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് നമുക്ക് എന്ത് പറയാം, എനിക്ക് ഇത്ര വയസ്സാണ്, ആൻഡ് ഞാനൊരു സ്റ്റുഡൻ്റാണ് എന്നൊക്കെ നമുക്ക് വേറൊരാളെടുത്ത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മലയാളത്തിലല്ല, ഇൻ ഇംഗ്ലീഷ്. വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. സോ നമുക്കത് ഹൗ ക്യാൻ വി സേ എന്നാണ് മാം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. സോ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും എന്നാണ് നോക്കുന്നത്. എൻ്റെ മൈ എൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ പേര്, നെയിം. എൻ്റെ പേരാണ് ഈസ്, മൈ നെയിം ഈസ്. എന്നിട്ട് ഇവിടെ വലിയൊരു ഡാഷ്. ഈ ഡാഷിൽ എന്താണ് കംപ്ലീറ്റ് ഫില്ലപ്പ് ചെയ്യേണ്ടത്? അതെ, നിങ്ങളുടെ പേരാണ്. സോ മൈ നെയിം ഈസ് അലി, മൈ നെയിം ഈസ് അമൻ, ഓർ മൈ നെയിം ഈസ് വിഷ്ണു, മൈ നെയിം ഈസ് രാധ. ഓക്കെ, അപ്പം നിങ്ങളുടെ പേരെന്താണോ അതാണ് നിങ്ങളിവിടെ പറയേണ്ടത്. അപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ നെയിം? സോ യു ക്യാൻ ആൻസർ മൈ നെയിം ഈസ്, അതെ, മൈ നെയിം ഈസ് വിഷ്ണു, മൈ നെയിം ഈസ് രാധ, മൈ നെയിം ഈസ് മുഹമ്മദ്, മൈ നെയിം ഈസ് ഫാത്തിമ. ഓക്കെ, നിങ്ങളുടെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യുക, മൈ നെയിം ഈസ് എന്ന് പറയാം. എന്നിട്ട് അതിന് ശേഷം എന്ത് പറയുക, നിങ്ങളൊരു ഗുഡ് ബോയ് ആണെന്നെങ്കിൽ നിങ്ങളൊരു ഗുഡ് ബോയെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാനാണ്, ഐ ആം എ ബോയ്. ഞാൻ ആരാണ്? ഐ ആം എ ബോയ്, ഞാനൊരു ബോയ് ആണ്. ഇനിയിപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ എന്താ പറയുക, ഐ ആം എ ഗേൾ, ഞാനൊരു പെൺകുട്ടിയാണ്, ഐ ആം എ ഗേൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതെ, സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഗേളിൻ്റെ സ്പെല്ലിംഗ് എന്താ? GIRL. ഇനി ബോയിൻ്റെ സ്പെല്ലിംഗ് ആണെങ്കിലോ, ബോയിൻ്റെ സ്പെല്ലിംഗ് എന്താ? BOY. അതും കൂടെ പഠിക്കണം. ഐ ആം എ ബോയ് അല്ലെങ്കിൽ ഐ ആം എ ഗേൾ. അതെ, ഐ ആം എ ഗേൾ. നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ ഐ ആം എ ഗേൾ, ഒരു ആൺകുട്ടിയാണെങ്കിൽ ഐ ആം എ ബോയ്. മൈ നെയിം ഈസ് ഡാഷ്, ഐ ആം എ ബോയ് ഓർ ഐ ആം എ ഗേൾ. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ. ഇപ്പം നമ്മൾ പഠിച്ചു ഐ ആം എ ബോയ് അല്ലെങ്കിൽ ഐ ആം എ ഗേൾ, മൈ നെയിം ഈസ്. ഇത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പറയാം, നമുക്ക് നമ്മളുടെ വയസ്സ് എത്രയെന്ന് പറയണം അല്ലേ. മറ്റൊരാളോട് നമ്മളുടെ വയസ്സ് എത്രയെന്ന് പറയണം. അപ്പം നമ്മളതെങ്ങനെ പറയാം? അതെ, ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. എനിക്ക് ഇത്ര വയസ്സുണ്ട്. ഇയേഴ്സ് ഓൾഡ്, എനിക്ക് ഇത്ര വയസ്സുണ്ട്. ഓക്കെ, എത്ര വയസ്സുണ്ട്, എത്ര ഇയർ ആണ്? ഐ ആം എ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഏജ് 7 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 7 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 6 ആണെങ്കിൽ 6 എന്ന് കൊടുക്കാം, 10 ആണെങ്കിൽ 10 എന്ന് കൊടുക്കാം, 12 ആണെങ്കിൽ 12 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ റീഡ് ചെയ്യാം? ഐ ആം ഞാനാണ് 12 ഇയേഴ്സ് ഓൾഡ്. എങ്ങനെ വായിക്കും? ഐ ആം 12 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ നിങ്ങളുടെ ഏജ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഫില്ലപ്പ് ചെയ്യുക, എന്നിട്ട് അത് റീഡ് ചെയ്ത് പഠിക്കുക. ഐ ആം 10 ഇയേഴ്സ് ഓൾഡ്, ഐ ആം 9 ഇയേഴ്സ് ഓൾഡ്, ഐ ആം വേറൊരു ഏജ്, ഐ ആം 11 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ നിങ്ങളുടെ ഏജ് എങ്ങനെ പറയും? ഐ ആം വെച്ചിട്ട്. ഓക്കെ, ഇനി ഫൈനലായിട്ട് നമുക്ക് എന്തും കൂടെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരോട് നമുക്ക് എന്ത് പറയാം? അതെ, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റാണ്, അല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. ഐ ആം എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ സ്പെല്ലിംഗ് എന്താ? STUDENT, സ്റ്റുഡൻറ്റ്. ഇപ്പം നമ്മൾ പഠിച്ചു ഐ ആം 11 ഇയേഴ്സ് ഓൾഡ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു എ ഉണ്ടാവും കേട്ടോ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇപ്പം നമ്മൾ പഠിച്ച 4 സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ് എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? അതെ, മൈ നെയിം ഈസ്, എങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എഴുതണം. മൈ നെയിം, എൻ്റെ പേര്, മൈ നെയിം ഈസ് ഡാഷ്, ആൻഡ് ഐ ആം, ഞാനാണ്, എ ബോയ് ആണെങ്കിൽ ബോയ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഐ ആം എ ഗേളിൻ്റെ സ്പെല്ലിംഗ് എന്താ? GIRL. ഐ ആം എ ബോയ് അല്ലെങ്കിൽ ഐ ആം എ ഗേൾ, ആൻഡ് ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ് അല്ലേ. ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. ഇവിടെ ഏജ് കൊടുക്കുക, 11 ആണെങ്കിൽ 11, 10 ആണെങ്കിൽ 10 കൊടുക്കുക. ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ്.
ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മൈ നെയിം ഈസ്, പേര് അവിടെ എഴുതുക. ഐ ആം എ ബോയ് ഓർ ഗേൾ. ഐ ആം ഇയേഴ്സ് ഓൾഡ്, ഇത്ര വയസ്സാണ് എനിക്ക്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇത്രയും 4 സെൻറ്റൻസാണ് ഇന്ന് പഠിച്ചത്. ഈ 4 സെൻറ്റൻസ് എന്താണ്? ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ്, നമുക്ക് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള 4 സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസിന് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.